മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുറപ്പാട് 9:16 ഇപ്രകാരം പറയുന്നു: എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും അങ്ങനെ എൻ്റെ നാമം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. കർത്താവിൻ്റെ സ്നേഹവും സാന്നിധ്യവും ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുതുവർഷം എല്ലാ ഷാലോം പ്രേക്ഷകർക്കും ആശംസിച്ചുകൊണ്ട് നേഴ്സസ് ടൈമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും ഈശോയുടെ സ്നേഹത്താൽ നിറയുക. അവരും അവരുടെ കുടുംബവും വിശുദ്ധരായി മാറുക. അവരിലൂടെ ലോകം മുഴുവനിലേക്കും കർത്താവിൻ്റെ സ്നേഹം കത്തിപ്പടരുക. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നഴ്സസ് മിനിസ്ട്രിയുടെ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന അനേകം നേഴ്സുമാരിൽ ചിലരാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നിമ്മി, ആൽഫി, സ്വപ്ന, സിനോഷ്, സിനോ, ടോണി. ഞാൻ റാണി. ഈ ലോകത്തിലെങ്ങും നോക്കിയാൽ നേഴ്സുമാരില്ലാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ്, പ്രത്യേകിച്ച് മലയാളി നേഴ്സുമാർ. നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആക്കിയിരിക്കുന്നത് പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ ഒരു ജോലിക്ക് വേണ്ടി മാത്രമാണെന്നും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി പണസമ്പാദനത്തിന് വേണ്ടി മാത്രമാണെന്നും ഒക്കെയാണ്. പക്ഷേ അതിലും അപ്പുറം കർത്താവിന് വലിയൊരു പദ്ധതി ഉണ്ടെന്ന് നമുക്ക് അറിയാം. കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഷാർജയിൽ തോമാസ് ലീഹായുടെ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ഒരു പ്രസംഗത്തിൽ പ്രിൻസ് പാനങ്ങാട്ട് പിതാവ് പറഞ്ഞു: നിങ്ങളെ എല്ലാവരെയും ഞാൻ വിളിക്കുന്നത് പ്രവാസികളെന്നല്ല, പ്രേക്ഷിതരെന്നാണ്. കാരണം കർത്താവിൻ്റെ സ്നേഹം ഈ പ്രദേശങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും ഇവിടെ ആക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് നേഴ്സുമാരായ നാം. റാണി പറഞ്ഞതുപോലെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മളെല്ലാവരും ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നതാണ്. നമ്മൾ രോഗികളെല്ലാം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു സ്നേഹത്തോടു കൂടിയൊക്കെ പരിചരിക്കുമ്പോൾ അത് വലിയൊരു ദൈവസ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകുവാൻ കാരണമാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്രമാത്രം ആത്മാർത്ഥത്തോടെ നമ്മൾ രോഗിയെ ശുശ്രൂഷിക്കുന്നു, ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷകൾക്കും അടുപ്പൊക്കെ വന്നാലും എത്രയേറെ ആത്മാർത്ഥത്തോടെ നമ്മൾ ശുശ്രൂഷിക്കുന്നു, അതൊരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് മാറും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമാണ് എല്ലാം. നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്യുന്ന അതോറിറ്റിയെ, നമുക്ക് ആ ജോലി തന്ന അതോറിറ്റിയെ നമ്മൾ ഒത്തിരിയേറെ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരു മാസം മുഴുവൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ശമ്പളം തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതൊരു ലോകവിശ്വാസമാണ്. നമ്മൾ അതുപോലെ ഒത്തിരിയേറെ ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത്രയേറെ വിശ്വാസം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആ ഒരു വിശ്വാസം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ശുശ്രൂഷ മേഖലകളും അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെടുമെന്ന് തോന്നുന്നു. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആ ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്കും ആ ഒരു വിശ്വാസം നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. പക്ഷേ നമുക്കറിയാം, നമ്മൾ വിശ്വാസ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അത് പെട്ടെന്നൊന്നും മറ്റുള്ളവർക്ക് ആ ഒരു ഇത് കാണുവാൻ സാധിക്കുകയില്ല. അത് ദൈവം തരുന്ന കൃപകളാണ്. ആ കൃപകൾ നമ്മളിലോട്ട് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പല ദൈവിക കൃപകളും നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ നൽകും. അപ്പോൾ ആ കൃപകൾ മറ്റുള്ളവരിലേക്ക് സാവധാനം ഒഴുകപ്പെടും. അപ്പോഴാണ് നമ്മുടെ ഈ ജോലി മേഖലയിലെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നത്. ടോണി, കൃപകളെ പറ്റി പറഞ്ഞപ്പം, അല്ലെ ഈശോ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞപ്പം ഞാൻ ചെറുപ്പകാലത്തിലെ ഒരു കാര്യം ഓർക്കുമായിരുന്നു. നമുക്ക് ഈശോ എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്? നമുക്ക് പെട്ടെന്ന് പറയാനായിട്ടൊന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞെങ്കിൽ തന്നെ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയ, മറ്റുള്ളവർ മുമ്പിൽ കാണിക്കപ്പെടാൻ പറ്റിയ കുറച്ച് അനുഗ്രഹങ്ങൾ അതാണ് നമുക്ക്. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ക്രിസ്ത്യൻ ധ്യാനത്തിന് ഇതുപോലെ അനുഗ്രഹങ്ങൾ ചോദിച്ചപ്പം ഇതുപോലെ ഞങ്ങളെല്ലാവരും മറുപടി പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, കുറച്ചുകൂടി ആഴത്തിലേക്ക് ചിന്തിക്കുക. നമ്മുടെ കണ്ണുകൾക്ക് ഈശോ കാഴ്ച തന്നത് ഒരു അനുഗ്രഹമല്ലേ? അല്ലെങ്കിൽ നടക്കാനുള്ള കഴിവ് തന്നത് ഒരു അനുഗ്രഹമല്ലേ? ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയുള്ള
നമ്മുടെ ശരീരത്തെപ്പറ്റി ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമുക്ക് എന്തൊക്കെ കഴിവുകൾ തന്നിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ട്, ഇതൊരു കോമ്പറ്റീഷനാണ്. നാളെ രാവിലെ ഈശോ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണമിട്ട് എഴുതിക്കൊണ്ടുവരും. ഏറ്റവും കൂടുതൽ കഴിവുകളുടെ നമ്പറുള്ള ആൾക്ക് പ്രൈസ്, 1, 2, 3 അങ്ങനെ പ്രൈസ് എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് ഈ അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞതിനെ കഴിഞ്ഞു ആഴത്തിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ രാത്രിയിൽ ഒത്തിരി ഇരുന്ന് ചിന്തിച്ച് എഴുതിയപ്പോൾ 300-ൽ പരം കഴിവുകൾ നമുക്കുള്ളതായിട്ട് തോന്നി. പ്രത്യേകിച്ച് എൻ്റെ അടുത്തിരുന്ന് അനിയത്തി എഴുതുന്നുണ്ട്. അപ്പോൾ അവളെ കഴിഞ്ഞ് നമ്പർ കൂടുതൽ വേണമല്ലോ എന്നോർത്ത് ഉറക്കളച്ചിരുന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ കൺപീലികൾക്ക് കൂട്ടി അടയുവാനുള്ള കഴിവ്, അല്ലെങ്കിൽ നമ്മുടെ വായിലെ ഉമ്മുനീരിനെ ഇറക്കുവാനുള്ള കഴിവ്, ഇങ്ങനെ പല കഴിവുകൾ അപ്പോൾ ചിന്തിച്ചപ്പോൾ കിട്ടി. അത് ശരിക്കും പിറ്റേ ദിവസത്തെ പ്രൈസിനെ ഓർത്തുകൊണ്ടാണ് അന്ന് ചിന്തിച്ചത്. ഞാൻ ഒരു കുട്ടികളുടെ വാർഡിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിൻ സംബന്ധമായ അസുഖം കൊണ്ട് വയ്യാതെ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ അമ്മയുടെ ഉടുപ്പിലെല്ലാം കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വീണ ഉമ്മുനീര് ഇങ്ങനെ ഒലിച്ചിരിക്കുന്നു, അല്ലെ ആ കിടക്കയെല്ലാം ആ ഉമ്മുനീര് കൊണ്ട് നനഞ്ഞിരിക്കുന്നു. കാരണം ആ കുഞ്ഞിന് ഉമ്മുനീര് ഇറക്കാനുള്ള കഴിവില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അന്ന് ഞാൻ ശരിക്കും, വർഷങ്ങൾക്ക് ശേഷം ഞാൻ ശരിക്കും ചിന്തിച്ചു, ഈശോയെ ഇത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഉമ്മുനീര് ഇറക്കുന്നുണ്ടെങ്കിൽ ഇതൊരു കഴിവായിരുന്നു, അല്ലെ നീ തന്നൊരു വലിയ അനുഗ്രഹമാണിത്. പക്ഷേ നമ്മൾ ദിനംപ്രതി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ അറിയുന്നുള്ളൂ ഇത് നമ്മുടെ ജീവിതത്തിൽ ഈശോ തന്ന അനുഗ്രഹമാണ്. നമ്മൾ ആഴത്തിൽ നമുക്ക് ഈശോ തരുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആൽഫി പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മിനീര് ഇറക്കാനുള്ള കഴിവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കർത്താവിനെ ഇതുവരെയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കണ്ണുകൾ കൂട്ടി അടയ്ക്കാനുള്ള കഴിവ്. ആൽഫി പറഞ്ഞത് ശരിയാ. ഈ സെറിബ്രൽ പാൽസിയൊക്കെ വന്നവർ, മീൻസ് പാരാലിസിസ് ഒക്കെ വന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ കണ്ണടയ്ക്കാൻ പറ്റില്ല. കണ്ണ് തുറന്നായിരിക്കുന്നത്. അവർക്ക് ഈ ഐപ്പാട് വെച്ച് അടച്ചിട്ടാണ് അവിടെ ഈ ഉറുമ്പൊക്കെ കയറിപ്പോവും, അങ്ങനെ വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും, അങ്ങനെയാണ് അവർ അടയ്ക്കുന്നത്. ശരിക്കും കർത്താവ് ഇത്രമാത്രം നന്മകളാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. നമ്മളെപ്പോഴും വലിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കർത്താവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളൂ. ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ആരും തന്നെ നന്ദി പറയാനോ നമുക്ക് താല്പര്യമില്ല, നമ്മൾ ഒരിക്കലും അത് ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ നമ്മൾ സിസ്റ്റർ അനുഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, നമുക്ക് വിസിബിളായിട്ട് അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന അനുഗ്രഹങ്ങൾക്ക് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാവുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ വിശ്രമിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളൊരു ഓവർ ടൈമിന് വിളിക്കുകയാണ്, നമ്മൾ ഭൂരിഭാഗം ആളുകളും പോകും. കാരണം നമുക്കറിയാം നമുക്കതിൽ നിന്നൊരു പേയ്മെൻറ്റ് ഉറപ്പായിട്ടും തരുമെന്നറിയാം. അതേസമയം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, നമുക്കൊരു ആരാധനയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തൊരു പ്രാർത്ഥനയ്ക്ക് പോകണം. നമ്മൾ എത്ര പേര് അതിന് പോകാൻ തയ്യാറാവും? ഞാൻ ഡെഡ്ലി ടയർഡാണ്, ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറയും. നമുക്ക് 100 കാരണങ്ങളുണ്ട്. കാരണം എന്താ, നമുക്കറിയാം നമുക്ക് വിസിബിളായിട്ട് അപ്പോൾ ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല. ആ സമയം നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു ഒരു ഊർജ്ജം കിട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും. അതേസമയം നമ്മൾ അവിടെ ചിലവാക്കുന്ന ആ സമയം കർത്താവിൻ്റെ കണക്ക് ബുക്കിൽ അതിന് കൃത്യമായ കണക്കുണ്ട്. ഒരിക്കലും ദൈവം അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് പാഴായി പോകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലത്തെ ജീപ്പ സിസ്റ്റർ പറഞ്ഞ ആ കഴിവുകളുടെ കാര്യം അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇത്രയും കാലത്തെ പുണ്യം കൊണ്ട് നമ്മളൊന്നും തന്നെ നേടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ധൈര്യത്തോടെ ഞാൻ ചെയ്ത പുണ്യമാണ് എനിക്ക് അനുഗ്രഹമായി കിട്ടിയെന്നില്ല? കർത്താവിൻ്റെ കരുണയാണ്. അൾട്ടിമേറ്റ്ലി കർത്താവിൻ്റെ കരുണയാണ്. ആ കരുണയോടൊപ്പം നമ്മൾ കർത്താവിന് വില കൊടുക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും നമുക്കത് പ്രതിഫലമായി നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തരും. അതാണ് ടോണി പറഞ്ഞ വിശ്വാസം കൂടിയാണ് വരുന്നത്. അത് കിട്ടും, നമുക്ക് ദൈവം എന്നെ കൈവിടുകയില്ലെന്നുള്ള ആ വിശ്വാസം നമ്മൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ദൈവം നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ വചനം പറയുന്നത്, കർത്താവ് ആർക്കും കടക്കാരനല്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ആൽഫി പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമല്ല അല്ലേ, സഹനങ്ങളുണ്ട്. നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി അധികം ഓടി നടക്കുമ്പോൾ ഒത്തിരി സഹിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്, നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്, ഇത്രയധികം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന മക്കൾക്കും ഇത്രയധികം സഹനങ്ങളുണ്ടല്ലോ എന്ന് അല്ലേ. അതാണ് ക്രിസ്തീയ സഹനം അല്ലേ. നമ്മൾ ആ സഹനം സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് അത് നമ്മൾ സഹിച്ച് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ അത് ഈശോയുടെ സഹനത്തോട് നമ്മൾ കൂടി ചേരുക അല്ലേ. അതാണ് ക്രിസ്തീയ സഹനം ശരിക്കും. നിമ്മി ചേച്ചി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ സഹനങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ കൂട്ടായ്മയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്.
പക്ഷേ ഈ ഈശോയോട് സഹനങ്ങൾ ജീവിതത്തിലേക്ക് സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയ ഒത്തിരിയേറെ വിശുദ്ധരും നമ്മുടെ സഭയിലുണ്ട്. അങ്ങനെ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം തൻ്റെ പൂന്തോട്ടത്തിൽ പോയി ആ പൂന്തോട്ടത്തിലെ റോസാ ചെടിയിൽ കിടന്ന് ഉരുളുമായിരുന്നു. അങ്ങനെയാണ് ആ വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് ആ പ്രലോഭനങ്ങളെ അതിജീവിച്ചത്. ശരിയായിട്ടുണ്ട്. നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ അത് ദൈവം മാനിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നും ആ പൂന്തോട്ടത്തിൽ ഉണ്ടാകുന്ന റോസാ ചെടികൾക്ക് മുള്ളുകളില്ല എന്നുള്ളത്. വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പറ്റി കേട്ടിട്ടുണ്ട്. വിശുദ്ധൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ തലയണയ്ക്ക് പകരം ഒരു തടിക്കഷ്ണം വെച്ച് അതിൽ തല ചായ്ച്ചായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ലായ്മകൾ നമ്മളെപ്പോഴും സ്വീകരിച്ചെന്ന് വരാം. പക്ഷെ ഉള്ള സൗഭാഗ്യങ്ങളല്ലേ വേണ്ടാന്ന് വെച്ച് ഒരു സഹനമാക്കി ഒരിക്കലും നമ്മളത് കാണാറില്ല, അല്ലേ? ശരിയാണ്. സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സ്പർശിച്ച ഒരു ഗാനമുണ്ട്. മുറിയാൻ മടിക്കുന്ന മുളന്തണ്ടിൽ പിറക്കാതെ പോകുന്ന പുല്ലാങ്കുകളുണ്ട്, ഉടയാൻ മടിക്കുന്ന കല്ലിൽ ഉയർക്കാതെ പോകുന്ന ശില്പമുണ്ട്, വഴിയാൻ മടിക്കുന്ന വിത്തിൽ കതിർക്കാതെ പോകുന്ന കതിരുകളുണ്ട്. ശരിയാ, ആ മുളന്തണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കും, അല്ലേ? അതിനെ ചെത്തി മെനിക്ക് ഹോളിട്ട് അത് ഒരു പുല്ലാങ്കുഴലായിട്ട് തീരുക. ആ പുല്ലാങ്കുഴലിലൂടെ മനോഹരമായിട്ടുള്ള സംഗീതം വരിക. അപ്പോൾ അതിന് ഇടയിൽ ഈ മുളന്തണ്ട് ഒത്തിരിയധികം സഹിക്കുന്നുണ്ട്. ആ സഹനം ഏറ്റെടുത്ത് ആ സഹനത്തിലൂടെയാണ് ആ പുല്ലാങ്കുഴൽ മനോഹരമായിട്ടുള്ള സംഗീതമായിട്ട് മാറുന്നത്. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധരുണ്ടാകുന്നത്, അല്ലേ? സഹനത്തിലൂടെ വിശുദ്ധി വന്നത്. നമ്മുടെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ നമുക്ക് ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ വിശുദ്ധിയിലേക്ക് വരുവാനായിട്ട് നമുക്ക് ഒത്തിരി ഘടകങ്ങളുണ്ട്, അല്ലേ? കൗദാശിക ജീവിതം, പരിശുദ്ധ കുർബാന, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, കൂട്ടായ്മ. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ചത് കൂട്ടായ്മ. അതായത് കൂട്ടായ്മയിലേക്ക്, നേഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് പരിശുദ്ധ കുർബാനയും കുമ്പസാരയിലും സാധാരണമായിട്ടുള്ള ഒരു കാര്യം, ഈവൻ വചന വായന തന്നെ ഒരു സാധാരണ. പക്ഷേ ഈ കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം പരിശുദ്ധ കുർബാന, നമ്മുടെ കുമ്പസാരം, അതുപോലെയുള്ള വചന വായന, ഇതെല്ലാം വളരെയധികം ബോധ്യത്തോടു കൂടി, അതിൻ്റെ അത്രയും പ്രാധാന്യത്തോടു കൂടി എനിക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾക്ക് വിശുദ്ധിയിലേക്ക് നമ്മുടെ കൗദാശിക ജീവിതത്തിലൂടെയും ഇങ്ങനെയുള്ള ഈ ഘട്ടങ്ങളിലൂടെയും നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മൾ വിശുദ്ധിയിലേക്ക് മാറുന്നത്. നിമി ചേച്ചി ഇപ്പോൾ കൂട്ടായ്മകളെ പറ്റി പറയുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ ആധ്യാത്മിക വളർച്ചയുടെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കൂട്ടായ്മയാണ്. ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്ന പോലെ നമ്മളെ ഏത് കൂട്ടത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നോ അതനുസരിച്ച് നമ്മൾ ഗ്രോത്ത് വരുള്ളൂ. അതല്ല, ഇപ്പം നല്ലൊരു രീതിയിലാണ് ഒരു ആധ്യാത്മികമായ ഒരു ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും ആ വഴിയിലേ നമ്മൾ പോകുള്ളൂ. ഈവൻ നമ്മൾ പിൻവലിയാൻ നോക്കിയാൽ കൂടെ നമുക്ക് സാധിക്കില്ല, നമ്മൾ അതേ ട്രാക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ UAE എല്ലാ എമിറേറ്റുകളിലും നമുക്ക് നേഴ്സസ് മിനിസ്ട്രി ഉണ്ട്, കൂട്ടായ്മ പ്രാർത്ഥനകളുണ്ട്. സിനോഷിനെ പറ്റി പറയുകയാണെങ്കിൽ സിനോഷിനെ ഏത് പ്രയറിന് എപ്പോൾ വിളിച്ചാലും 24/7 അവൈലബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്നാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വരണമെന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ വരുന്നൊരു വ്യക്തിയാണ് സിനോഷ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നവരാണല്ലേ നമ്മൾ. കർത്താവിൻ്റെ എല്ലാവർക്കും ഒരു തൂമ്പയുടെ സ്വഭാവം, ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് പോരട്ടെ എന്നാണ്. കാരണം നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ കർത്താവിനോട് ചേർന്നാണ് നിൽക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ലഭിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സന്തോഷവും സമാധാനവും അതൊക്കെ നമുക്ക് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടായ്മകൾ ശരിക്കും കർത്താവ് അതിനുവേണ്ടി തന്നിട്ടുള്ളൊരു വേദി തന്നെയാണല്ലേ. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എന്നെയൊക്കെ ശുശ്രൂഷകൾക്ക് വേണ്ടി ആദ്യമൊക്കെ വിളിക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മടിയൊക്കെ ആയിരുന്നു ഇത്. പക്ഷേ പിന്നീട് നമ്മുടെ കൂട്ടായ്മകളിൽ വന്നു, നമ്മുടെ ഫോർമേഷൻ ക്ലാസ്സുകൾ, കർത്താവ് നമ്മളെ കരുതുന്നതിൻ്റെ ആ ഒരു വലിയ ഒരു ബോധ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ആ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ശുശ്രൂഷകൾക്കൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കരുണയാണ് നമ്മളെ നയിക്കുന്നത്, അല്ലേ? നമ്മൾ ബലഹീനരാണ്, നമുക്ക് വലിയ കഴിവുകളൊന്നുമില്ല. പക്ഷേ കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബലഹീനതയിലാണ് നിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എന്നുള്ള കാര്യം. പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശുശ്രൂഷകൾക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ വെറും വട്ടപൂജ്യമായിട്ട് കർത്താവിൻ്റെ ശരിക്കും കഴുതകളായിട്ട് അല്ലെങ്കിൽ പൊട്ടന്മാരായിട്ട് കയറി നിന്ന് കഴിയുമ്പോൾ കർത്താവിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് വളരെ മനോഹരമായിട്ട് അന്നത്തെ ശുശ്രൂഷകളൊക്കെ നയിക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടി പോകുന്നു,
ശുശ്രൂഷകൾക്ക് വേണ്ടി പോകുന്നുണ്ട്. അപ്പം എൻ്റെ കാര്യങ്ങൾ കർത്താവ് വളരെ മനോഹരമായിട്ട്, ഞാൻ വിചാരിക്കുന്നതിലപ്പുറമായിട്ട് അത് വളരെ മനോഹരമായിട്ട് ഈശോ നടത്തി തരുന്നുണ്ട്. എനിക്കത് ഒത്തിരി ഫീൽ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളെ പലപ്പോഴും ശുശ്രൂഷകൾക്ക് വേണ്ടി പലരെയും വിളിക്കാറുണ്ടല്ലേ നമ്മുടെ കൂട്ടായ്മകളിൽ. പലരും പറയാറുണ്ട്, എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് തിരക്കൊക്കെ ആയിരുന്നു, അതിൻ്റെ ക്ഷീണമാണ്, എനിക്കിനി ഉറങ്ങാം, അങ്ങനെയൊക്കെ വിചാരിച്ച് പലരും ഇറങ്ങാറില്ല. അതുപോലെ എനിക്കതുള്ള കഴിവൊന്നുമില്ല, ഞാനിപ്പോൾ അവരുടെ മുന്നിൽ പോയി എന്ത് പറയാനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവായി നിൽക്കുന്ന ഒരുപാട് പേര് അല്ലേ നമ്മുടെ ചുറ്റിലുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഒത്തിരി പേരുണ്ട് അങ്ങനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിനോഷ് പറഞ്ഞ ആ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ പലരെയും കൂട്ടായ്മകളിലേക്ക് വരണം, അല്ലെങ്കിൽ മിനിസ്ട്രി ആയിട്ട് ഓരോ പ്രവർത്തനങ്ങളിലേക്ക് വിളിക്കുമ്പോൾ പലരും വരാത്തതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് അവർ ആ സമയം കൂടി അവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ നോക്കുക. പക്ഷേ നമ്മൾ കർത്താവിന് വേണ്ടി ആ സമയം കൊടുക്കുമ്പോൾ ആ കാര്യം നമ്മൾ വിചാരിക്കുന്നതിനേലും ഭംഗിയായി ക്രമീകരിക്കാൻ ദൈവത്തിന് കഴിയും. അതിലൊരു സംശയവും ഇല്ല. അത് സിനോഷിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് സിനോഷ് പറയണ്ടേ, നമ്മളത് വിശ്വസിക്കാൻ തയ്യാറാവണം. ബേസിക്കലി നമ്മളത് വിശ്വസിക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് നമ്മൾ ആ സമയം കൊണ്ട് വെപ്രാളം പിടിച്ച് മറ്റു കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കുന്നു. എന്നാൽ അതൊട്ട് ശരിയാവുമോ? അതുമില്ല. ദൈവത്തിനോടുകൂടെ ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിശ്വാസത്തോടുകൂടി ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി, ബാക്കി കാര്യം ദൈവം തീർച്ചയായിട്ടും ക്രമീകരിച്ചോളും. സിനോ പറഞ്ഞത് വളരെ ശരിയാണ്. സിനോ, എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പം ഈ ശുശ്രൂഷകൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറി നിൽക്കുമ്പോൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, ഹോംവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കുറേ നേരം പഠിപ്പിക്കേണ്ടതൊക്കെ അവർ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ അധികം അസുഖങ്ങളൊന്നും വരാറില്ല. അസുഖം വന്നാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നെന്ന് പറയുന്നത് ഹോളി വാട്ടർ തന്നെയാണ്. വയറുവേദന വന്നാലും വോമിറ്റിങ് വന്നാലും ഇച്ചിരി അതെടുത്തങ്ങ് കൊടുക്കും, അവർ സുഖമാകും. സങ്കീർത്തനം 107:20 പറയും, അത് കുഞ്ഞുങ്ങൾക്കും കാണാപ്പാടമാണ്. അമ്മ മരുന്നെടുക്കുമ്പോഴേ കുഞ്ഞുങ്ങൾ പറയും, അവിടെ നിന്ന് എൻ്റെ വചനമായി ചേരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പം ശരിക്കും നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളും, നമ്മുടെ ജോലിയുടെ കാര്യങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം കർത്താവ് മനോഹരമായിട്ട് ക്രമീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിനോഷ് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഞാനും. ചെറുപ്പം മുതലേ എല്ലാ കൗതാശിക ജീവിതവും വേദപാഠ ക്ലാസ്സുകളും പിന്നെ മിഷൻ ലീഗ്, യുവദീപ്തി, അങ്ങനെ എല്ലാ സംഘടനകളിലും ആക്റ്റീവായിരുന്നു. പിന്നെ ധ്യാനങ്ങൾ കൂടും. അപ്പോൾ എല്ലാം ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിങ്ങനെ വരും. മുൻപോട്ടൊന്നും ഒരിക്കലും വരത്തില്ല. ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസോ ഒന്നുമില്ലായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഇങ്ങനെ വന്നു, നഴ്സിങ്ങിന് വന്നു. മാതാപിതാക്കളുടെ ഒരു ആഗ്രഹപ്രകാരമാണ് നഴ്സിംഗ്. ഒരിക്കലും ഒരു നഴ്സിങ്ങിനെ സ്നേഹിച്ച് തിരഞ്ഞെടുത്ത ഒരു പ്രൊഫഷനല്ല. പക്ഷേ അങ്ങനെ തന്നെ കുറച്ചു കാലം അങ്ങനെ പോയി. അങ്ങനെ ഒത്തിരിയൊക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം. പക്ഷെ എൻ്റെ മുന്നിൽ കാണുന്നതെല്ലാം ഈ ശുശ്രൂഷകൾ മാത്രമായിരുന്നു. ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് അല്ലെങ്കിൽ വചനം. പക്ഷേ അതിനുള്ള ഒരു കഴിവ് എനിക്കില്ലാത്തത് കൊണ്ട് എപ്പോഴും ഞാനിങ്ങനെ ഒരു ഉൾവലിയലായിരുന്നു. കൂട്ടായ്മകളിൽ പോകും, പുറകിലിരിക്കും, കേൾക്കും, അങ്ങനെ എല്ലാം ചെയ്യും. ഈവൻ എൻ്റെ ജോലി മേഖലകളിൽ പോലും നല്ലൊരു ബോധ്യം. ഒരിക്കലും എൻ്റെ രോഗികളെ സ്നേഹിച്ച് ചെയ്യാനൊന്നും എപ്പോഴും എനിക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഈ ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിന്നപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബോധ്യങ്ങൾ ഒക്കെ എന്നെ വളരെയധികം എന്നിൽ മാറ്റങ്ങളുണ്ടായി. അപ്പം നമുക്കറിയാലോ, മോശയെ തെരഞ്ഞെടുത്തിട്ട് ശക്തിപ്പെടുത്തിയവനാണ് നമ്മുടെ ദൈവം അല്ലേ. കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുന്നവനല്ല അല്ലേ, തിരഞ്ഞെടുത്തിട്ട് ശക്തിപ്പെടുത്തുന്നവനായ ദൈവമാണ് നമ്മുടേത്. അങ്ങനെ ഒരു വലിയ ബോധ്യം എനിക്ക് കിട്ടി. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ ഈശോയോട് യേസ് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ഈശോ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുവാനും കുടുംബത്തോടൊത്ത് ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുവാനും എനിക്ക് സാധിച്ചു. സ്വപ്ന ഇത് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റിയും ഞാനൊന്ന് ചിന്തിച്ചു. കാരണം എനിക്കും ഇതുപോലെ ഒരു ഉൾവലിവുണ്ടായിരുന്നു. മറ്റുള്ളവരോട് ഞാൻ കൂട്ടായ്മയിലേക്ക് വരുവാനായിട്ട് ക്ഷണിക്കുമ്പോഴും അല്ലെ പ്രാർത്ഥനയെപ്പറ്റി കൂടുതൽ പറയുമ്പോഴും എന്നോടൊരു ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. 10 വർഷമായി നിനക്കിതുവരെ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലല്ലോ, നീയും ഈശോയോട് പ്രാർത്ഥിക്കുന്നില്ലേ എന്നൊരു ചോദ്യം വരുമോ എന്നുള്ള ഭയം എൻ്റെ ഉള്ളിലുള്ളതിനാൽ ഞാൻ പലപ്പോഴും കൂട്ടായ്മയിലേക്ക് ഒത്തിരി പേരെ ക്ഷണിക്കാനായിട്ടൊക്കെ മടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനുമാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഈശോയുടെ പദ്ധതി തിരിച്ചറിയാൻ പറ്റിയപ്പോൾ, ഈശോ എനിക്ക് ഈ കാലഘട്ടത്തിൽ തരുന്ന ഈ സമയം മുഴുവൻ എനിക്ക് ഈശോയുടെ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റിയപ്പോൾ, അങ്ങനെ ഈശോയുടെ കൂടുതൽ സ്നേഹം, ഈശോ എനിക്ക് തരുന്ന ആ സ്നേഹം കൂടുതലങ്ങ് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എൻ്റെ ജീവിതത്തിൽ തന്നെ. അങ്ങനെ ആ ഒരു തിരിച്ചറിവ് വന്നപ്പം എനിക്ക് എൻ്റെ ചുറ്റുപാടും സങ്കടപ്പെടുന്ന കൂട്ടുകാരോട്, ഏതെങ്കിലും സഹനങ്ങളിൽ ഉള്ള കൂട്ടുകാരോട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവരോട് പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ സമയം
അബോഷനായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു മാമോദിസ സ്വീകരിക്കാതെ അബോഷനായി ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, അത് ചെയ്യണം. അല്ലെങ്കിൽ അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയൊരു സമയമാണിത്. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് അവർ പിന്നീട് എന്നോട് വന്ന് പറഞ്ഞു, അത് ഞങ്ങൾക്ക് നീ പറഞ്ഞു തന്നപ്പം ഒത്തിരി ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റി, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ വീണ്ടും സന്തോഷം കണ്ടെത്തി. ഞങ്ങളുടെ സഹനങ്ങളിൽ പിറുപിറുക്കുന്നവരല്ലാതെ ഞങ്ങൾക്കും ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റി. പ്രത്യേകിച്ച് ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആ സഹനങ്ങളിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള ആ സ്നേഹം അനുഭവിക്കുമ്പോൾ അതിന് നല്ല മാധുര്യം, അതിന് കൂടുതൽ ആഴമുള്ളത്. അപ്പോൾ അത് അനുഭവിച്ച് അവരും സന്തോഷവാന്മാരായിട്ട് കാണുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. എൻ്റെ ദൈവമേ, ഈശോയുടെ പദ്ധതിക്ക് വേണ്ടി ഒരു ചുവടെങ്കിലും എനിക്ക് മുന്നോട്ട് വെക്കാനായിട്ട് സാധിച്ചല്ലോ എന്നൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റി. ആൽഫി പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഓരോ സഹനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ആ സഹനത്തിൽ കൂടി കടന്നു പോകുന്ന മറ്റനേകം പേർക്ക് അതിൽ ആശ്വാസമായി മാറുവാനുള്ളൊരു കൃപയും കൂടി നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാൻസർ രോഗികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും പിന്നീട് മറ്റാരെങ്കിലും കീമോതെറാപ്പി എടുക്കുന്ന പറയുമ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കും ഓരോ അനുഭവങ്ങൾ. ആ സമയത്ത് അവർ പ്രാർത്ഥിച്ചതും ഓരോ ഇഞ്ചക്ഷൻ കുത്തുമ്പോഴും പ്രൈസ് ദ ലോർഡ്, താങ്ക് യു ജീസസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെയിൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് വലിയൊരു ആശ്വാസമാണ് കിട്ടുന്നത്. ഈശോ പറയുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ളത്. ഈശോ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവസാനം കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ നിന്നെപ്പറ്റി ശുഭകരമായ ഭാവിയും പ്രത്യാശയുമുള്ള പദ്ധതിയുള്ള കർത്താവിൻ്റെ മുമ്പിലാണ് നാം എപ്പോഴും ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നിന്നെപ്പറ്റി ഈശോയ്ക്ക് ഒരു പദ്ധതിയുണ്ട്. അത് നിന്നെ നിരാശയിലേക്ക് തള്ളിവിടാനല്ല, നീ പ്രത്യാശയിലേക്ക് വരണം എന്ന് പറയുമ്പം മറ്റുള്ളവരത് പെട്ടെന്ന് ഉൾക്കൊള്ളുന്നുണ്ട്, ഈശോയുടെ പദ്ധതിയാണെന്ന് തിരിച്ചറിയുമ്പോൾ. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ വായിച്ചറിയാൻ പറ്റിയൊരു കാര്യമായി അനുസരണം എന്നത്. സഹനത്തിലൂടെ നമ്മൾ ഈശോയെ അനുസരിക്കുവാണെന്നുള്ളത്. നമ്മൾ നമ്മുടെ മുതിർന്നവരെ അനുസരിക്കുന്ന പോലെയും നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻചാർജസിനെ നമ്മൾ അനുസരിക്കുന്ന പോലെയും സഹനങ്ങളെ ഈശോ തരുന്നതാണ്. അപ്പോൾ അത് ഈശോയോട് ചേർന്ന് നിന്ന് അത് മുന്നേറുമ്പോൾ അത് നമ്മൾ ഈശോയെ അനുസരിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈശോ ഒത്തിരി സന്തോഷവാനാകും. അങ്ങനെ വിശുദ്ധർ എല്ലാവരും അനുകരിക്കുന്ന ഒരു കാര്യം അത്. അങ്ങനെ ഈശോയുടെ സ്നേഹം നമുക്ക് കൂടുതൽ അനുഭവിക്കാൻ പറ്റും എന്ന് പല വിശുദ്ധരിൽ നിന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ആൽഫി അനുസരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അനുസരണം എന്ന പുണ്യത്തെ പറ്റി. ആ പുണ്യത്തെ, അനുസരണം എന്ന പുണ്യത്തെ ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് അല്ലേ. നമുക്ക് നഴ്സുമാരായ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ പിറുപിറുക്കുന്ന മേഖലകളാണ് അല്ലേ. ഡ്യൂട്ടി ചേഞ്ച്, നമ്മുടെ ഇവാലുവേഷൻ, അല്ലെങ്കിൽ ഡെയിലി അസൈൻമെൻറ്റ്സ്, ലീവ് പ്ലാൻ അല്ലേ. ഒത്തിരി അവസരങ്ങൾ നമുക്കൊരു ആഘോഷവേളകളിൽ അല്ലെ വേറെ ഒരാൾക്കൊരു ഡ്യൂട്ടി മാറിക്കൊടുക്കാനൊക്കെ ഉള്ള ഒത്തിരി അവസരങ്ങൾ നമ്മൾ ഇതിനോടകം പാഴാക്കി കളഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ പല അവസരങ്ങളും നമ്മൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ പോലും അത് വെള്ളം കൊടുക്കുന്നതിലല്ല കാര്യം, അത് എങ്ങനെ കൊടുക്കുന്നു എന്നതിലാണ് കാര്യം. തീർച്ചയായിട്ടും സ്വപ്ന ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ സ്നേഹമില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളൊരു രോഗിക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഒരു വ്യക്തിക്ക് ഒരു ഉപകാരം ചെയ്യാൻ ഒരു ഗ്ലാസ് വെള്ളം ഒരു രോഗിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സ്നേഹത്തോടു കൂടി കൊടുത്താൽ മാത്രമാണ് അത് ദൈവസന്നിധിയിൽ ഒരു ഉയർച്ചയായിട്ടും സ്തുതിക്കായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അത് സ്നേഹത്തോട് ചെയ്യുമ്പോൾ നമുക്കറിയാം വിശുദ്ധ കൊച്ചിദാസ്യ പുണ്യവതി. അപ്പോൾ ആ പുണ്യവതി ചെയ്യുന്ന ഏത് കാര്യവും ഈശോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വേസ്റ്റ് കിടക്കുന്നത് എടുത്ത് വേസ്റ്റ് ബിന്നിലോട്ട് ഇടുന്നതും അതും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് പുണ്യവതി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ജീവിതത്തിലും എന്ത് കാര്യങ്ങളും ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് സഹായം ചെയ്യുമ്പോഴും അത് ഈശോയുടെ സ്നേഹത്തെ പ്രതി. ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കണം നമ്മുടെ ഈശോയിൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കണം. സ്വർഗ്ഗത്തിലുള്ള പ്രതിഫലം വലുതായിരിക്കും, നമുക്ക് പ്രതിഫലം തരും. അത് തന്നെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 1 കൊരിന്തോസ് 13 ഓർക്കാണ്. നമ്മൾക്ക് നേഴ്സുമാർക്ക് ഏറ്റവും അധികം വായിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു വചനഭാഗമാണ് 1 കൊരിന്തോസ് 13. അതിൽ ഉടനീളം സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. അതെ, ആ സ്നേഹം, ആ അധ്യായം രാവിലെ തന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് പോണതിന് മുമ്പ് അത് വായിച്ചിട്ട് പോകുമ്പോൾ ആ വചനമാകുന്ന സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. നമ്മൾക്ക് കിട്ടിയ സ്നേഹം രോഗികളിലേക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിലേക്കും എല്ലാവർക്കും നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നു അല്ലേ. ശരിയാണ് നിമ്മി പറഞ്ഞത്. നമ്മളിൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു സ്നേഹത്താൽ നാം എല്ലാവരും നിറയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. അതുപോലെ തന്നെ വിശുദ്ധരെന്നാൽ സ്വർഗത്തിന് ആനന്ദവും ഭൂമിക്ക് അനുഗ്രഹവും തിരുസഭയ്ക്ക് മഹത്വവുമാണെന്ന. അപ്പോൾ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ വിഷനും ഇത് തന്നെയാണ്. 2018 ഈ പുതുവർഷത്തിൽ കർത്താവിനോട് ഒരു പടി കൂടി ചേർന്ന് നടക്കുവാനായിട്ടുള്ള കുറച്ച് ചിന്തകളാണ് നാം ഇവിടെ പങ്കുവച്ചത്. സഹനം സ്വർഗത്തിൻ്റെ താക്കോലാണെന്നും
അനുസരണയും എളിമയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ലെന്നും ഒടുവിൽ നമ്മുടെ നിക്ഷേപങ്ങളൊന്നും ഇവിടെയല്ല, ഭൂമിയിലല്ല, സ്വർഗത്തിലാണ് കരുതേണ്ടതെന്നും നാം പഠിച്ചു. കാരണം കർത്താവ് ആർക്കും കടക്കാരനല്ല. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സ്നേഹത്താൽ നിറഞ്ഞ് 1 കൊറിന്തോസ് 13 അധ്യായത്തിൽ പറയുന്ന ആ സ്നേഹത്താൽ നിറഞ്ഞ് നാം ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നാം നിക്ഷേപം കൂട്ടുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ ഈ പരിശുദ്ധ സ്നേഹത്താൽ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും നിറയുവാനായിട്ട് തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള നേഴ്സസ് മിനിസ്ട്രിയുടെ ലക്ഷ്യമാണ് ഫോക്കസ് 2033 എന്ന് പറയുന്നത്. 2033 ആണ്ടോടുകൂടി ലോകമെമ്പാടുമുള്ള സകല രാജ്യങ്ങളിലെയും നേഴ്സുമാരിലേക്ക് കർത്താവിൻ്റെ സ്നേഹം എത്തിക്കുക. അങ്ങനെ അവരിലൂടെ കർത്താവിൻ്റെ സ്നേഹം ഈ ലോകത്തിലുള്ള സകല മക്കളിലേക്കും ഒഴുകുക. ഓരോ നേഴ്സും സ്വർഗത്തിന് ആനന്ദവും ഭൂമിക്ക് അനുഗ്രഹവും തിരുസഭയ്ക്ക് മഹത്വവുമായി മാറുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഈ ഫോക്കസ് 2033 എന്ന ലക്ഷ്യം പൂർത്തിയാക്കുവാനായിട്ട് ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരുടെയും ആത്മാക്കളെ ഈശോയ്ക്കായി നേടുവാനായിട്ട് അനേകം വേലക്കാരെ ഈശോയ്ക്ക് ആവശ്യമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.